യഹോവ സത്യ ദൈവം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, നമ്മുടെ ദൈവം സത്യദൈവമാണ്. സത്യദൈവമാണ്. യേശുകർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യം. നമ്മുടെ ദൈവം സത്യമാണ്. എൻ്റെ അർത്ഥം, ഒത്തിരി അസത്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട്. എന്നാൽ നാം ആരാധിക്കുന്ന, നാം മഹത്വപ്പെടുത്തുന്ന, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ദൈവം സത്യദൈവമാണ്. സത്യദൈവമാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ചിന്ത, യഹോവ സത്യദൈവവും അവൻ ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. സത്യദൈവം മാത്രമല്ല, നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ജീവനുള്ള ദൈവത്തെയാണ്. ഈ പകൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ അടുത്തു വരുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ്. നമ്മൾ ഏതെങ്കിലും വിഷയമായിട്ട് സത്യദൈവമായ, ജീവന്റെ ദൈവമായ, ജീവന്റെ ദൈവം, ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മെ അവൻ ബലപ്പെടുത്തും. നമ്മുടെ ശരീരങ്ങളിൽ ജീവൻ വ്യാപരിപ്പിക്കും. നമ്മെ മുമ്പോട്ട് നയിക്കും. ജീവനുള്ള ദൈവം. മൂന്നാമത്തെ ചിന്ത, നമ്മുടെ ദൈവം ശാശ്വത രാജാവാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ്റെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റിസൾട്ട് വന്നു. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ പോകുന്നു. ഇതിൻ്റെ കാലയളവ് 5 വർഷമാണ്. 5 വർഷം കഴിയുമ്പോൾ അടുത്ത പുതിയ ഭരണസമിതി വീണ്ടും വരണം. എന്നാൽ നമ്മുടെ ദൈവം സത്യദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. അത് മാത്രമല്ല, നമ്മുടെ ദൈവം ശാശ്വത രാജാവാണ്. അവൻ ശാശ്വത രാജാവാണ്. ആരും ആ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിടത്തില്ല. ദാവീദിന്റെ സിംഹാസനം സ്ഥിരമായിരിക്കെ തോന്നിയപ്പോഴാ അബ്ശാലോം കയറി അതിനെ വികൃതമാക്കി കളഞ്ഞു. ഇവിടെ പല നമ്മുടെ കസേരകൾ ഈ ലോകം വിരൂപമാക്കുമ്പോൾ രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ള ശാശ്വത രാജാവ് അസിംഹാസനത്തിൽ വാണ് അരുളുന്നു. നമ്മുടെ ദൈവം രാജാവാണ്. താൽക്കാലിക രാജാവല്ല, ശാശ്വത രാജാവ്. യോശാഫാത്ത് തൻ്റെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ജാതികളുടെ സകല രാജ്യങ്ങളെയും, ഒരു രാജ്യത്തെയല്ല, ശാശ്വത രാജാവ് സകലത്തെയും ഭരിക്കുന്നു. സകലത്തെയും ഭരിക്കുന്നു. ഇവിടെ മുഖപക്ഷമുണ്ട്. ഈ ലോകത്തിലെ രാജാക്കന്മാർക്ക് മുഖപക്ഷമുണ്ട്. എന്നാൽ മുഖപക്ഷം കൂടാതെ ന്യായവിധി നടത്തുന്ന, മുഖപക്ഷം കൂടാതെ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു രാജാവ് നമുക്കുണ്ട്. ഉന്നതനുമീതെ ഒരത്യുന്നതനുണ്ട്. വിശ്വസിക്കേ, പ്രഭാതത്തിൽ ചില വിഷയങ്ങളുടെ അകത്ത് രാജാവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. പലതിൻ്റെ അകത്തും നിനക്ക് ന്യായം ലഭിച്ചില്ലായിരിക്കാം. പക്ഷെ ന്യായം കൽപ്പിക്കുന്ന
ചിലതിൻ്റെ അകത്ത് നീതി നടത്തുന്ന, നിന്റെ വഴികളെ നേരെയാക്കുന്ന ഒരു രാജാവ്, ശാശ്വത രാജാവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ശാശ്വത രാജാവ്. 4-ാമത്തെയും 5-ാമത്തെയും ചിന്ത രമ്യാപ്രവചനം 10:10 നാം വായിക്കുന്നു. അവൻ്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു, ജാതികൾ അവൻ്റെ കോപം സഹിപ്പാൻ കഴിയയില്ല. നമുക്ക് സത്യദൈവവും ജീവനുള്ള ദൈവവും ശാശ്വത രാജാവുമാണ്. എന്നാൽ ഒരു കൂട്ടർക്ക് അവൻ്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങും, ആർക്കും സഹിപ്പാൻ കഴിയയില്ല. കർത്താവേ, ഈ പ്രഭാതത്തിൽ സത്യദൈവത്തെ ആരാധിപ്പാൻ ലഭിക്കപ്പെട്ട ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു.